എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉപദ്രവിക്കാറൊന്നുമില്ല, വഴക്ക് പറയാറില്ല, വീട്ടിൽ ബഹളം വയ്ക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇതെല്ലാം മാനസികമായി എന്നെ വല്ലാതെ തകർക്കുന്നുണ്ട്. കരഞ്ഞുറങ്ങാത്ത ഒരു രാത്രി പോലും ഇല്ല എന്ന് പറയാം. ഇറങ്ങിപ്പോയാൽ കയറി ചെല്ലാൻ ഒരിടമില്ല, ചേർത്ത് പിടിക്കാൻ കൈകളും. മക്കളെ ഓർത്ത് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, അല്ലെങ്കിൽ നിശബ്ദമായി മരിക്കുന്നു എന്ന് പറയാം. ഞാനീ പറഞ്ഞ ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭാര്യയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സമയമുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം. അതിജീവനത്തിൻ്റെ 10 വഴികൾ. ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ മോചനം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ കുറച്ചു ദൂരെങ്കിലും ഒന്ന് പോയി നോക്ക്. മാറ്റം നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാം. അദ്ദേഹം ഒരിക്കലും മാറില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇതാണ്. പക്ഷേ നിങ്ങൾ മാറിയാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനയുടെ ആഴം കുറയ്ക്കാൻ കഴിയും. നിങ്ങളുടെ ഹസ്ബൻഡ് ചിരിച്ചാൽ നിങ്ങൾ സന്തോഷിക്കും, അദ്ദേഹം വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ കരയും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോല് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കണത്? ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ മൂഡ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂഡ് ശരിയല്ലായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല. അതൊരിക്കലും നിങ്ങളെ ബാധിക്കാൻ അനുവദിക്കരുത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ട, നിങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക, സംസാരിക്കാൻ ശ്രമിക്കുക. പെയിൻറ്റിങ് ചെയ്യാം, ഗാർഡനിങ് ചെയ്യാം, പാട്ട് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ തിരിച്ചുവിട്. ഒന്നോർക്കുക, നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാതെ ജീവിതം മുഴുവനും അല്ല. നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ കരിയർ, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, ഇതെല്ലാം ആണ്. അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ദിവസത്തിൽ 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. ആ 10 മിനിറ്റിൽ ഒരാൾ പോലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ അനുവദിക്കരുത്. മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാവണതല്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയം, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കണത്. നിങ്ങളുടെ വികാരങ്ങൾ, ദേഷ്യമായാലും ശരി, സങ്കടമായാലും ശരി, ഒരു കാരണവശാലും നിങ്ങളുടെ പാർട്ട്ണറുടെ മുന്നിൽ പ്രകടിപ്പിക്കരുത്. കാരണം നിങ്ങളുടെ വികാരങ്ങളിൽ നിന്നാണ് ഇവർക്ക് ഊർജം ലഭിക്കുന്നത്. നിങ്ങൾ കരയുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ താൻ കൂടുതൽ ശക്തനാണ് എന്നൊരു തോന്നൽ ഇവരിലുണ്ടാവും. അദ്ദേഹം നിങ്ങളെ പരിഹസിക്കുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴോ ഒന്നെങ്കിൽ ഒരു മൂളൽ, അല്ലെങ്കിൽ ശരി എന്നൊരു മറുപടി മാത്രം പറയുക. നിങ്ങളുടെ പ്ലാനുകൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ ഇതൊന്നും ഒരിക്കലും ഇവരോട് ഷെയർ ചെയ്യരുത്. താൻ ആഗ്രഹിച്ചതുപോലൊരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണില്ല എന്ന് കാണുമ്പോൾ പതിയെ പതിയെ അവർ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നത് കുറയ്ക്കും. ഒരു കല്ലിനോടാണ് സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കണം. നിങ്ങളുടെ മൗനമായിരിക്കണം അവർക്കുള്ള ഏറ്റവും നല്ല മറുപടി. വഴക്കടിക്കാനും സ്വയം ന്യായീകരിക്കാനും ഒക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വാണിംഗ് പറയാനുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ പ്രതികരിച്ചാൽ ഒരുപക്ഷെ അയാൾ വയലൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കോളൂ. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വന്നാൽ വളരെ മാന്യമായ രീതിയിലായിരിക്കും നമ്മൾ അയാളോട് പെരുമാറുക. അല്ലാതെ നമ്മുടെ കഷ്ടതകളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മൾ അയാളോട് ഷെയർ ചെയ്യാറില്ല. അതുപോലെ പാർട്ട്ണറെ
അതിഥിയായി കാണാൻ ശീലിക്കുക. സംസാരം കുറയുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. പാർട്ട്ണറിൽ നിന്ന് സ്നേഹവും അംഗീകാരവും പ്രതീക്ഷിക്കണത് നിർത്തുമ്പോൾ അത് ലഭിക്കാത്തതിലുള്ള നിരാശയില്ലാതാവും. നിങ്ങളുടെ ബലഹീനതകൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ തുറന്ന് കാണിക്കരുത്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ വ്യക്തി ആദ്യം ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ ബലഹീനതകളെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഹസ്ബൻഡായിട്ട് വഴക്കടിച്ചു, രണ്ടുപേരും പരസ്പരം സംസാരിക്കണില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, എന്നോടൊന്ന് സംസാരിച്ചെങ്കിൽ എന്ന്. ഇത് നിങ്ങളുടെ ബലഹീനതയാണ്. ഈ ബലഹീനത നിങ്ങളുടെ ഹസ്ബൻഡിന് അറിയാമെങ്കിൽ അദ്ദേഹം നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു പണിഷ്മെൻ്റ് പോലെ മനഃപൂർവ്വം നിങ്ങളെ അവഗണിക്കും, നിങ്ങളോട് സംസാരിക്കാതിരിക്കും. നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോവും എന്ന് പറഞ്ഞിട്ടായിരിക്കും പേടിപ്പിക്കണത്. മക്കളെ നിങ്ങളിൽ നിന്ന് പിരിക്കും എന്നൊരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള അവരുടെ കയ്യിലുള്ള ആയുധം അതായിരിക്കും. ജീവിതത്തിലെ ഓരോ ചെറിയ ചുവടുവയ്പ്പും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം അവരുടെ ഭിക്ഷയല്ല, അത് നിങ്ങളുടെ അവകാശമാണ്. അദ്ദേഹം മാറിയാലേ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ എന്ന ചിന്തയെ ആദ്യം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. അദ്ദേഹം മാറിയില്ലെങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്ന് ആത്മവിശ്വാസത്തോടെ സ്വയം പറയാം. മരുഭൂമിയിൽ പോയി മഞ്ഞുതുള്ളി തിരയണത് പോലെയാണ് ഈ വ്യക്തിയിൽ നിന്ന് സ്നേഹവും അംഗീകാരമൊക്കെ പ്രതീക്ഷിക്കണത്. നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടാ നല്ല ഭംഗിയുണ്ട് ഇട്ടാ, അല്ലെങ്കിൽ നല്ലൊരു കറി വെച്ചാൽ നല്ല രസമുണ്ട് ഇട്ടാ എന്നൊരു വാക്കൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മരുന്നെടുത്ത് തരും, അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി തരും എന്നൊന്നും കരുതരുത്. നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ ആശ്വസിപ്പിക്കും എന്ന് വിചാരിക്കരുത്. ഇദ്ദേഹം ഇങ്ങനെയാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ പിന്നീട് അവരത് ചെയ്തില്ലെങ്കിലും അവരിൽ നിന്നത് കിട്ടിയില്ലെങ്കിലും വിഷമം തോന്നില്ല. ഇദ്ദേഹം ഇങ്ങനെയാണ് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. കല്ലിൽ നിന്ന് ഈർപ്പം പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആ പുസ്തകത്തിലെ ഒരു പേജ് മാത്രമാണ്. ഒരു പേജ് മോശമായി എന്ന് കരുതി പുസ്തകം ഒരിക്കലും വലിച്ചെറിയരുത്. സ്വന്തം സന്തോഷം സ്വയം കണ്ടെത്താൻ പഠിക്കുന്ന നിമിഷം ഈ യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. നിങ്ങളവരെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. നിങ്ങൾ വിചാരിക്കും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്നോട് വലിയ കാര്യമായിരിക്കും എന്ന്. പക്ഷേ സത്യം വേറൊന്നാണ്. ഓട്ടയുള്ള പാത്രത്തിൽ എത്ര വെള്ളം ഒഴിച്ചാലും അത് നിറയില്ല. അതുപോലെ തന്നെയാണ് ഇവരുടെ മനസ്സും. നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും, എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അവരതിൽ കുറ്റം കണ്ടുപിടിച്ചിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നണത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ള ജോലി ഇന്ന് തന്നെ രാജിവെച്ചേക്ക്. ഈ ലോകം മുഴുവനും നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും തള്ളിപ്പറഞ്ഞാലും എന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അദ്ദേഹം നിങ്ങളെ തെറ്റുകാരിയാക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ സംസാരിക്കുന്ന വാക്കിൽ നിന്നായിരിക്കും ഇവർ അടുത്ത പ്രശ്നം തുടങ്ങുക. ഇവിടെ ചെയ്യാനുള്ളത് ഒന്നുകിൽ സൈലൻ്റായിട്ടിരിക്കുക, അതല്ലെങ്കിൽ ഒറ്റ വാക്കിൽ മറുപടി കൊടുത്ത് ആ ടോപ്പിക്കോടെ സ്റ്റോപ്പ് ചെയ്യുക. തീയിൽ വെള്ളമൊഴിച്ചാൽ തീ അണയും, എണ്ണ ഒഴിച്ചാലോ അത് ആളിക്കത്തും. നിങ്ങൾ തിരിച്ച് സംസാരിക്കുന്നത് എരിതീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ്. തൻ്റെ ഭാഗത്താണല്ലോ ന്യായം, എന്നിട്ടും താനാണല്ലോ തെറ്റുകാരിയായത് എന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ബുദ്ധിപൂർവ്വം എടുത്ത ഒരു തീരുമാനമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ
അത് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാർട്ട്ണർ സ്ഥിരമായി നിങ്ങളെ അവഗണിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, താഴ്ത്തിക്കെട്ടുമ്പോൾ ഇവിടെ തകർന്നു പോകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഈ വ്യക്തിയുടെ ഒപ്പം ജീവിക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ ചിന്തിച്ചു പോകും, ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി, ഈ വീടിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. നല്ല വാക്ക് പറയണില്ല, കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്നിനും കൊള്ളാത്തവളാണോ ഞാൻ എന്ന്. ആ വ്യക്തിയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കരുത്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. എൻ്റെ ഫാമിലി, എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ ഇതെല്ലാം നന്നായിട്ടാണ് നോക്കണത് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളും നന്മകളും മറ്റൊരാൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതവിടെ തന്നെയുണ്ട്. നിങ്ങൾ നിങ്ങളെ അംഗീകരിച്ച് തുടങ്ങുന്ന നിമിഷം മുതൽ ആ വ്യക്തിയുടെ വാക്കുകൾക്ക്, പ്രവർത്തികൾക്ക് നിങ്ങളെ മുറിവേൽപ്പിക്കാൻ കഴിയാതെ വരും. നിങ്ങൾ പലപ്പോഴും സ്വന്തം ആരോഗ്യം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും. മനസ്സിൻ്റെ ടെൻഷനും വിഷമമൊക്കെ ആദ്യം ബാധിക്കുന്നത് ശരീരത്തിനെയാണ്. ഉറക്കമില്ലായ്മ, വിട്ടുമാറാത്ത തലവേദന, BP, ഷുഗർ, ഇങ്ങനെ പല അസുഖങ്ങളും മാനസിക സമ്മർദ്ദം മൂലം കടന്നു വരാം. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, എനിക്ക് വയ്യ എന്നും പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അവഗണനയോ പരിഹാസമോ ഒക്കെ ആയിരിക്കും. നീ അഭിനയിക്കുകയാണ് എന്ന് പോലും പറഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഒരു ദിവസത്തിൽ 10-20 മിനിറ്റ് എക്സസൈസ് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. തളർന്നു വീണാൽ നോക്കാൻ ആരുമില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം സംരക്ഷിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ മോർണിംഗ് ഒരു കാര്യം പറയും, വൈകുന്നേരം വരുമ്പോൾ അത് മാറ്റി പറയും. നിങ്ങളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാവും പറയുക, നിനക്ക് ഓർമ്മയില്ലാണ്ടാണ് എന്നാണ്. ഇത് പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയമാവും. ഇത് ഒരു തന്ത്രമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്നുകിൽ അവർ പറയുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട്സിൽ എഴുതി വെക്കുക. ഇത് മാറ്റി പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നോട്ട്സ് ചെക്ക് ചെയ്യാം. ഇത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ആത്മവിശ്വാസം തകരാതിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഒരു പൊട്ട് വാങ്ങണമെങ്കിൽ, ഒരു ഇന്നർ വാങ്ങണമെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ കൈനീട്ടണം. ഇതവർക്ക് നന്നായിട്ട് അറിയാം, എല്ലാത്തിനും അവരെ തന്നെ ആശ്രയിക്കണം എന്ന്. ഈ അവസ്ഥ മാറണം. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കിട്ടുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇത് അനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാം. വീട്ടു ചെലവിന് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ടെങ്കിലും മാറ്റി വയ്ക്കുക. അതെത്ര ചെറുതായാലും സാരമില്ല. അതുപോലെ ഒരു ചെറിയ ജോലിയെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചിലരെങ്കിലും പറയും, വീട്ടിലത്തെ പണികൾ നോക്കാൻ തന്നെ, ചെയ്യാൻ തന്നെ സമയം തികയണില്ല എന്ന്. സമയം ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഇനി പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിലിരുന്ന് തയ്യൽ ചെയ്യാം, ട്യൂഷൻ എടുക്കാം. ഇനി അതൊന്നല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തിനെങ്കിലുമൊക്കെ ശ്രമിക്കാം. ഓൺലൈനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒരുപാട് ഫ്രോഡ് സൈറ്റുകളുണ്ട്. വിശ്വസനീയമായ സൈറ്റുകൾ മാത്രം യൂസ് ചെയ്യാം. അപ്വർക്ക്, ഫ്രീലാൻസർ, ഫീവർ, ലിങ്ക്ഡിൻ ഇതുപോലെയുള്ള സൈറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മൊബൈൽ തന്നെ മതി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട്. പിന്നെ ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന പൈസയുടെ കാര്യം പാർട്ട്ണർ അറിയാതെ ശ്രമിക്കണം. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ആരുടെ മുന്നിലും കൈ നീട്ടാതെ, തല കുനിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഈ മിച്ചം പിടിക്കൽ നിങ്ങളെ സഹായിക്കും. കയ്യിൽ ഇത്തിരിയെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിൽ മുന്നിൽ ഒരു വഴിയും ഇല്ലല്ലോ എന്ന ചിന്ത മാറും. അത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ധൈര്യം നൽകും. നിങ്ങളൊരിക്കലും ഒരു മോശം ഭാര്യയല്ല. തകർന്നു പോകാൻ സാധ്യതയുള്ള നിങ്ങളുടെ മനസ്സിനെ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. അദ്ദേഹം മാറുന്നതും കാത്തു നിൽക്കാതെ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിനോ പ്രവൃത്തിക്കോ നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല. 100% ഉറപ്പാണ്. ഈ 10 പോയിൻറ്റ്സിനും
നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഒരുപക്ഷെ അവർക്കിതൊരു ഉപകാരമായാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.